ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 64ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ഫിസിക്സിലെ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് PSC എക്സാമുകളിൽ ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകൾ കൂടിയാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ക്ലാസ് മൊത്തമായി കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ മക്കളെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, ഓരോ കൺസെപ്റ്റും മനസ്സിലാക്കി തന്നെ പോവുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ആണ്. ഫിസിക്സിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എപ്പോഴും PSC ചോദിക്കാറുണ്ട്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഫിസിക്സിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി അളവുകളെ കുറിച്ച് പറയാറുണ്ട്. ഈ അളക്കാൻ പറ്റുന്ന എല്ലാ അളവുകളെയും പറയുന്നതാണ് എന്തെന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ദ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അളക്കാൻ പറ്റുന്ന ഏതൊരു ക്വാണ്ടിറ്റിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. അതായത് ടൈം, ഡിസ്റ്റൻസ്, അതേപോലെ തന്നെ മാസ്, അങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാലും അതെല്ലാം എന്താണ്, അളക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിനെയൊക്കെ നമുക്ക് എന്തെന്ന് വിളിക്കാം മക്കളെ? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി എത്രയായിട്ട് തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, രണ്ടാമത്തെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത്. അതായത് അളക്കാൻ സാധിക്കുന്ന എല്ലാ അളവുകളെയും നമ്മൾ വിളിക്കുന്നതാണ് എന്തെന്ന്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ലെങ്ത്, വെലോസിറ്റി, എനർജി, ടൈം, ഡിസ്റ്റൻസ്, ഇതൊക്കെ ഏതിൽ വരുന്നതാ? ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അളക്കാനായിട്ട് പറ്റും. അപ്പോൾ അളക്കാൻ പറ്റുന്ന എല്ലാ അളവുകളെയും നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നാണ് വിളിക്കുന്നത്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതും രണ്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. ഇനി എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി ട്രീറ്റഡ് as independence of other physical quantity and are not usually defined in the time of other physical quantities are called fundamental quantity or base quantity എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമുക്കറിയാം. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചപ്പോൾ ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നതും ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നതും. അപ്പോൾ അതിൻ്റെ അകത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് സ്വതന്ത്രമായിട്ട് നിൽക്കാനായി പറ്റുന്ന അളവുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. മറ്റൊരു അളവുകളോ അല്ലെങ്കിൽ മറ്റ് ഉള്ളതുമായിട്ട് കൂടിച്ചേരേണ്ട ആവശ്യകതയില്ല. സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്ന എല്ലാത്തിനെയും എന്താണെന്ന് പറയുന്നു? ഈ പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുന്നത്. അതർവൈസ് നോൺ ആസ് ബേസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിന് മറ്റൊന്നിൻ്റെയും സപ്പോർട്ട് വേണ്ട, സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, സിംഗിൾ ആണ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, സിംഗിൾ ആണ് ഏതെന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. അതായത് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്ന, സിംഗിൾ പ്രസംഗ എന്ന് ഓർത്താൽ മതി. അപ്പോൾ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. മറ്റൊന്നിൻ്റെയും സപ്പോർട്ട് ഇല്ലാതെ സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, അതർവൈസ് നോൺ ആസ് ബേസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്ലാരിറ്റി ആയി എന്ന് കരുതുന്നു. ഇനി ഏതൊക്കെയാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫുട്ബോളിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 രാജാക്കന്മാരെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് ഒന്നാണ് ആരെന്ന് പറയുന്നത്? റൊണാൾഡോ, മറ്റൊന്ന് മെസ്സി. ഈ 2 എന്താണ് പ്ലെയറുകളുടെയും ഏതെങ്കിലും ഒരു എന്താണ് പ്ലെയറിൻ്റെ ഫാനായിരിക്കും എല്ലാവരും. കേരളത്തിലുള്ള എല്ലാവരും അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഈ പറയുന്ന 2 പേരുടെയും ഫാൻസാണ്. അതിൻ്റെ അകത്ത് നമുക്കറിയാം റൊണാൾഡോന്റെ നമ്പറാണ് CR7 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 7 എണ്ണമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എത്ര എണ്ണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 എണ്ണത്തെ കുറിച്ചാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഈ 7 ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചോ, ഇനിയും ചോദിക്കാം PSC എക്സാമുകളിൽ. കാരണം താഴെ പറയുന്നവയിൽ
ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ ഉൾപ്പെട്ടത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് പഠിക്കണം. അതേപോലെ തന്നെ അത് ഏതൊക്കെയാണെന്നുള്ളതും നമുക്ക് പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീളം ലെങ്ത്, പിണ്ഡം മാസ്, അതേപോലെ തന്നെ സമയം ടൈം, വൈദ്യുത പ്രവാഹം ഇലക്ട്രിക് കറന്റ്, താപനില ടെമ്പറേച്ചർ, പദാർത്ഥത്തിന്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പ്രകാശ തീവ്രത ലൂമിനസ് ഇന്റൻസിറ്റി എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. ഓർത്തു വെച്ചോ, പ്രകാശ തീവ്രതയുടെ ഇംഗ്ലീഷ് ആണ് ലൂമിനസ് ഇന്റൻസിറ്റി. പദാർത്ഥത്തിന്റെ അളവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. കാരണം ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ലൂമിനസ് ഇന്റൻസിറ്റി എന്നൊക്കെ മലയാളത്തിലായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ അതെന്താണ്? പ്രകാശ തീവ്രതയാണ് ലൂമിനസ് ഇന്റൻസിറ്റി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താ? മറ്റൊന്നുമായിട്ടും എന്താണ് കൂടിച്ചേരാതെ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്നവയാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 7 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 7 എണ്ണം ഏതാന്നുള്ളത് നമ്മൾ പഠിച്ച് ഉറപ്പായിട്ടും മനസ്സിൽ വെക്കണം. അതിൻ്റെ അകത്ത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് നീളം ലെങ്ത് ആണ്, പിണ്ഡം മാസ്, സമയം ടൈം, വൈദ്യുത പ്രവാഹം ഇലക്ട്രിക് കറന്റ് ആണ്, താപനില ടെമ്പറേച്ചർ ആണ്, പദാർത്ഥത്തിന്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്, പ്രകാശ തീവ്രത ലൂമിനസ് ഇന്റൻസിറ്റി ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. The physical quantities that can be derived from the fundamental quantities are called derived quantities. All physical quantities other than 7 base quantities are derived quantities. They are always dependent. അതായത് നമുക്ക് കുറച്ചു മുമ്പ് പറഞ്ഞു നമ്മുടെ എന്താണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് സിംഗിൾ പസംഖ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അത് സിംഗിൾ പസംഖ്യയാണ്. അതായത് മറ്റൊന്നിനോടും എന്താണ് കൂടിച്ചേരേണ്ട ആവശ്യമില്ലാത്തതാണ് ഏതെന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഈ പറയുന്ന 7 എണ്ണവും നമ്മൾ പഠിച്ചു. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് സിംഗിൾ പസംഖ്യ ആണെങ്കിൽ എന്താണ് ഈ പറയുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന സിംഗിൾ പസംഖ്യ അല്ല. ഓക്കെ, അപ്പോൾ അതെന്താണ്? നിലവിൽ ഈ പറയുന്ന മറ്റൊന്നുമായിട്ട് കൂടിച്ചേർന്നാൽ മാത്രമുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് കഴിഞ്ഞാൽ അല്ലാതെ വരുന്നത് എല്ലാം എന്തിലാണ് വരുന്നത്? ഈ പറയുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിലാണ് വരുന്നത്. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയോട് ചേർന്നോ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയോട് ചേർന്നാണ് ഏത് നിൽക്കുന്നത്? ഈ പറയുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പറയുന്ന 7 ക്വാണ്ടിറ്റിയോടും ചേർന്ന് വരുന്ന മറ്റ് ക്വാണ്ടിറ്റി വന്നു കഴിഞ്ഞാൽ അതെല്ലാം എന്താണ്? ഈ പറയുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതെന്താണ്? സിംഗിൾ ആണ്. മറ്റതെന്താണ്? നിലവിൽ മിക്സ്ഡ് ആണ്. അതായത് 2 എണ്ണം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നിൽക്കത്തുള്ളൂ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങൾ സെറ്റാണ് എന്ന് തന്നെ കരുതുന്നു. പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി പറയാം. ഇനി ഒരു റിവിഷനിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമാണ് നമുക്കിനി പഠിക്കാനുള്ളൂ. അപ്പോൾ സെറ്റായിട്ട് തന്നെ പഠിച്ച് പോവാം മക്കളെ. എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത്. അതായത് നമ്മൾ ഫിസിക്സ് എന്ന് പറയുന്ന ഭൗതിക ശാസ്ത്രത്തിൽ നമ്മൾ അളക്കാൻ പറ്റുന്ന ഒത്തിരി അളവുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്വാണ്ടിറ്റി അതിനെ എല്ലാം നമ്മൾ ഏത് ഗണത്തിൽ പെടുത്തുന്നു? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലാണ് പെടുത്തുന്നത്. അതായത് അളക്കാൻ പറ്റുന്നത്, മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനെയും നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം മക്കളെ? 2 ആയിട്ട് തരംതിരിക്കാം. അതിലൊന്നാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതും മറ്റൊന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നതും. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു സിംഗിൾ പസംഖ്യയാണ്. അതായത് എന്താണ്? മറ്റൊന്നിനോടും കൂടിച്ചേരാതെ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലെയാണ് എന്തെന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു? നമ്മൾ പറഞ്ഞു CR7 എന്ന് പറയുന്ന ഫുട്ബോളിന്റെ രാജാവ് എന്നൊക്കെ പറയുന്ന നമ്മുടെ റൊണാൾഡോ. അപ്പോൾ റൊണാൾഡോന്റെ നമ്പർ ഒന്ന് ഓർത്താൽ മതി. എന്താണ്? അതാണ് 7 എന്ന് പറയുന്നത്. അപ്പോൾ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? നീളം ലെങ്ത്, പിണ്ഡം മാസ്, സമയം ടൈം, വൈദ്യുത പ്രവാഹം ഇലക്ട്രിക് കറന്റ് ആണ്, താപനില ടെമ്പറേച്ചർ ആണ്, പദാർത്ഥത്തിന്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്, പ്രകാശത്തിന്റെ തീവ്രത മക്കളെ ഇത് ഒന്നുകൂടി ഓർത്തു വെച്ചോ. ലൂമിനസ് ഇന്റൻസിറ്റിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രകാശ തീവ്രത എന്ന് പറയുന്നത്. പ്രകാശ തീവ്രത ലൂമിനസ് ഇന്റൻസിറ്റി. പ്രകാശ തീവ്രത ലൂമിനസ് ഇന്റൻസിറ്റി ഒരു 5 പ്രാവശ്യം പറഞ്ഞു പഠിച്ചു വെച്ചോ. കാരണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പദാർത്ഥത്തിന്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പദാർത്ഥത്തിന്റെ അളവ്
എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അങ്ങനെ തന്നെ ഒരു 5 പ്രാവശ്യം പറഞ്ഞു വെച്ചോ. ഓക്കെ. ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമ്മൾ പറഞ്ഞു മറ്റൊന്നിനോട് ചേർന്ന് നിന്നാൽ മാത്രമാണ് ഈ പറയുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, അതായത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പറയുന്ന ഈ 7 എണ്ണത്തിൽ ഉൾപ്പെടാത്തത് എല്ലാം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിലാണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അളവുകളെ നമ്മൾ പറഞ്ഞു രണ്ടായി തരംതിരിക്കാന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് പറഞ്ഞാണ് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ബേസിക് യൂണിറ്റും ഡിറൈവ്ഡ് യൂണിറ്റും. അടിസ്ഥാന അളവുകളെ യൂണിറ്റ് പ്രസ്താവിക്കുന്നത് 3 രീതിയിലുള്ള അളവ് സമ്പ്രദായത്തിലാണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കുന്നത് എങ്ങനെയാണ്. ഈ പറയുന്ന 3 രീതിയിലാണ് നമുക്ക് അളവ് സമ്പ്രദായത്തെ നമുക്ക് തരംതിരിക്കാൻ പറ്റുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് CGS, MKS, FPS. അപ്പോൾ CGS എന്ന് പറയുന്നതും MKS എന്ന് പറയുന്നതും FPS എന്ന് പറയുന്നതാണ് അടിസ്ഥാന അളവ് യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള എന്തെന്ന് പറയുന്നത് 3 രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങൾ. ഈ അളവ് സമ്പ്രദായങ്ങൾ CGS സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് ഫ്രാൻസിലാണ് ഈ ഒരു അളവ് സമ്പ്രദായം ഉണ്ടായിരുന്നത്. ഇനി MKS എന്ന് പറയുന്നത് മീറ്റർ കിലോഗ്രാം സെക്കൻഡ് എന്നുള്ളതാണ്. ഈ അളവ് സമ്പ്രദായം നിലനിന്നിരുന്നത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ FPS എന്ന് പറയുന്നത് ഫൂട്ട് പൗണ്ട് സെക്കൻഡ് ആണ്. ഈ ഒരു അളവ് സമ്പ്രദായം നിലനിന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഫ്രാൻസിലാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കുന്നതിനുള്ള 3 രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളാണ്. 3 രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളാണ് എന്തെന്ന് പറയുന്നത് CGS, MKS, FPS എന്നുള്ളത് ഓർത്തു വയ്ക്കുക. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. CGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ആണ് സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്നുള്ളതാണ്. ഈ ഒരു അളവ് സമ്പ്രദായം നിലനിന്നത് ഫ്രാൻസിലാന്നുള്ളത് ഓർത്തു വയ്ക്കുക. MKS എന്ന് പറയുന്നത് മീറ്റർ കിലോഗ്രാം സെക്കൻഡ് ആണ്. ഈ ഒരു അളവ് സമ്പ്രദായം ബ്രിട്ടനിലെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ FPS ഫൂട്ട് പൗണ്ട് സെക്കൻഡ് ആണ്. ഈ ഒരു അളവ് സമ്പ്രദായം എന്ന് പറയുന്നത് ഫ്രാൻസിലാണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയി എന്ന് തന്നെ കരുതുന്നു. അടുത്ത് നമുക്ക് നോക്കാം അളവ്, അതായത് നീളം. അതിന്റെ CGS യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് സെന്റിമീറ്റർ. അതിന്റെ MKS യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. FPS ആണെങ്കിൽ അത് ഫൂട്ട് ആണ്. ഓക്കെ. പിണ്ഡം എന്ന് പറയുന്നത് CGS ഗ്രാം ആണ്, MKS കിലോഗ്രാം ആണ്, FPS അത് പൗണ്ട് ആണ്. സമയം എന്ന് പറയുന്നത് എല്ലാത്തിലും സെക്കൻഡ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പൊ അത് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പഠിക്കേണ്ട കാര്യം ഇല്ല എന്ന് തന്നെ മനസ്സിലാവും. കാരണം എല്ലാത്തിലും ഒരേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. അപ്പോൾ നീളം എന്ന് പറയുന്നതിന്റെ CGS സെന്റിമീറ്റർ, മീറ്റർ, ഫൂട്ട്. അപ്പോൾ നീളം എന്ന് പറയുന്നത് എന്താണ്? CGS സെന്റിമീറ്റർ, MKS മീറ്റർ, FPS ഫൂട്ടാണ്. പിണ്ഡം ഗ്രാം ആണ്, കിലോഗ്രാം ആണ്, പൗണ്ട് ആണ്. സമയം സെക്കൻഡ് ആണ്. മൊത്തം എന്താണ്? സെക്കൻഡ് ആണ്. ഓക്കെ. അപ്പോൾ സമയം മാത്രം സെക്കൻഡ് ആണെന്ന് നോക്കുക, ബാക്കിയെല്ലാം ഒന്ന് ഓർത്തു വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും. ഇനി MKS യൂണിറ്റ് സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച രൂപത്തെയാണ് നമ്മൾ SI എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു രാജാവാണ് എന്തെന്ന് പറയുന്നത് MKS യൂണിറ്റിന്റെ സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച രൂപത്തെയാണ് നമ്മൾ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. SI യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SI യൂണിറ്റ് അപ്പോൾ ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് SI യൂണിറ്റ് സമ്പ്രദായം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് അതിന്റെ എന്താണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത് അത് മറ്റൊരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ 1 പൗണ്ട് 1 കിലോഗ്രാം പഞ്ചസാര അത് അടുത്തൊരു സ്റ്റേറ്റിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ അളവ് തൂക്കം എന്ന് പറയുന്നത് അത് പൗണ്ടിലാണെങ്കിൽ 1 പൗണ്ട് പഞ്ചസാര എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആഗോളതലത്തിലെ ഇന്റർനാഷണലി എന്താണ് ഈ പറയുന്ന അളവ് തൂക്ക സമ്പ്രദായത്തെ നമുക്ക് SI യൂണിറ്റ് സമ്പ്രദായത്തിലാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ എന്താണ് ഭയങ്കര അധികം കൺഫ്യൂഷൻ നമുക്ക് വരും. കാരണം ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലുള്ള ഇപ്പോൾ ഒരു സ്ഥലത്ത് CGS പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റിൽ തന്നെ ഓരോ തരത്തിലാണ്. ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ CGS ആണ്, കർണാടകയിലെ MKS പറയുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ ആന്ധ്രയിൽ ചെല്ലുകയാണെങ്കിൽ അത് FPS പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വളരെയധികം എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ MKS യൂണിറ്റ് സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച രൂപം, അതായത് MKS എന്ന് പറയുന്ന ഈ യൂണിറ്റിന്റെ പരിഷ്കരിച്ച സമ്പ്രദായമായിട്ട് ഏത് വരികയാണ്? SI യൂണിറ്റ് സമ്പ്രദായം വരികയാണ്. ഇന്നപ്പോ ഇന്റർനാഷണലി അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായം മക്കളെ വെരി വെരി ഇമ്പോർട്ടന്റ്. ഇന്റർനാഷണലി അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? SI യൂണിറ്റ് സമ്പ്രദായം എന്ന് പറയുന്നത്. SI യൂണിറ്റ് സമ്പ്രദായം, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നതാണ് ഇതിന്റെ ചുരുക്കെഴുത്ത്. അപ്പോൾ ഇന്റർനാഷണൽ
സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നതാണ് ഇതിൻ്റെ ചുരുക്കെഴുത്ത്. എന്തിനാണ് അങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോളതലത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരേ അളവ് തൂക്ക സമ്പ്രദായം ഉണ്ടായെങ്കിൽ മാത്രമാണ് ഒരു കൺഫ്യൂസിങ് ഇല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് SI യൂണിറ്റ് കൊണ്ടുവന്നത്. ഇതെന്നാണ് ഇത് തുടങ്ങി വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SI യൂണിറ്റ് ഉപയോഗിച്ച് തുടങ്ങിയത് 1960 ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്നു മുതലാണ് SI യൂണിറ്റ് സമ്പ്രദായം അംഗീകരിച്ച് തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 1960 SI യൂണിറ്റ് സമ്പ്രദായം ഉപയോഗിച്ച് തുടങ്ങിയത്. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 7 എണ്ണമാണ്. അപ്പോൾ SI യൂണിറ്റിലെ അടിസ്ഥാന അളവുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ? 7 എണ്ണമാണ്. ഇതെന്നാണ് അംഗീകരിച്ചു തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1960 ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ് മക്കളെ? SI യൂണിറ്റ് സമ്പ്രദായമാണ്. ഇതിന്റെ ചുരുക്കെഴുത്താണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നതാണ് ഇതിന്റെ ചുരുക്കെഴുത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടിസ്ഥാന അളവുകളും അവയുടെ SI യൂണിറ്റുകളും നമുക്ക് നോക്കാം. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അടിസ്ഥാന അളവുകളാണ് നീളം, ലെങ്ത്. അതിന്റെ SI യൂണിറ്റ് ആണ് മീറ്റർ. പ്രതീകം ഓർത്തു വച്ചോ, M ആണ്. പ്രതീകം M ആണ്. അപ്പോൾ അടിസ്ഥാന അളവുകളായിട്ടുള്ള നീളം, ലെങ്ത്തിന്റെ എന്താണ് SI യൂണിറ്റിലെ പേരാണ് എന്തെന്ന് പറയുന്നത്? മീറ്റർ എന്നാണ്. നീളത്തിന്റെ മീറ്റർ ആണ് SI യൂണിറ്റ്. നീളം മീറ്റർ. ഇനി പിണ്ഡമാണെങ്കിലോ പിണ്ഡത്തെ മാസിനെ കിലോഗ്രാം. ഓക്കെ, മാസിന്റെ SI യൂണിറ്റ് ഏതാന്ന് ചോദിച്ചാൽ മക്കളെ കിലോഗ്രാം ആണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഇനി ടൈം ആണ്. ടൈമിന്റെ ഏതാണ്? സെക്കൻഡ്. ടൈം സെക്കൻഡ്. വൈദ്യുത പ്രവാഹം ഇലക്ട്രിക് കറന്റിന്റെ ആണെങ്കിലോ ആംബിയർ ആണ്. ഇലക്ട്രിക് കറന്റ് ആംബിയർ ആണ്. അപ്പോൾ ഇലക്ട്രിക് കറന്റിന്റെ ഏതാണ്? ആംബിയർ ആണ്. താപനില ടെമ്പറേച്ചറിന്റെ കെൽവിൻ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ താപനില ടെമ്പറേച്ചർ കെൽവിൻ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. പദാർത്ഥത്തിന്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണെങ്കിലോ മോൾ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ പദാർത്ഥത്തിന്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. പ്രകാശ തീവ്രത ഏതാണെന്ന് ചോദിച്ചാൽ ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ പ്രകാശ തീവ്രത ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ് പേരാണ് എന്തെന്ന് പറയുന്നത്? കാൻഡില എന്നുള്ളതും ഓർത്തു വയ്ക്കുക. മക്കളെ പിന്നെ മറ്റൊരു കാര്യം, ഇതിന്റെ പ്രതീകം എന്താന്നുള്ളതും പഠിച്ചു വയ്ക്കണം. കാരണം അതും ഒത്തിരി തവണ PSC എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയേ ഒരു വ്യത്യാസം മനസ്സിലാവും. കാരണം നീളം ലെങ്ത് അതിന്റെ പ്രതീകമാണ് M എന്ന് പറയുന്നത്, മീറ്റർ M. ഇനി പിണ്ഡം മാസ് കിലോഗ്രാം kg എന്നുള്ളതാണ്. അടുത്തത് സമയം എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്, S എന്നുള്ളതാണ്. വൈദ്യുത പ്രവാഹം ഇലക്ട്രിക് കറന്റ് ആംബിയർ ആണ്. താപനില ടെമ്പറേച്ചർ കെൽവിൻ ആണ്, K ആണ്. പദാർത്ഥത്തിന്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണ്. അതേപോലെ തന്നെ പ്രകാശ തീവ്രത ലൂമിനൻസ് ഇന്റൻസിറ്റി കാൻഡില CD ആണ്. നമ്മൾ ഈ പറയുന്ന പ്രതീകത്തെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതിന്റെ അകത്ത് എന്താണ്? 2 എണ്ണം മാത്രം ക്യാപിറ്റൽ ലെറ്ററും ബാക്കിയെല്ലാം സ്മോളിലാണ് വന്നതെന്നുള്ളത് കാണാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ നോക്കിയേ, നീളത്തിന്റെ M ആണ്, സ്മോൾ ലെറ്റർ M ആണ്. പിണ്ഡം എന്ന് പറയുന്നത് മാസാണ്, മാസിന്റെ കിലോഗ്രാം എന്ന് പറയുന്നത് kg ആണ്. സമയം നോക്കിയ സെക്കൻഡ് ആണ്, അത് S ആണ് വന്നേക്കണത്. ഇനി വൈദ്യുത പ്രവാഹം ആംബിയർ, അതേ നോക്കിയേ A ആണ് വന്നേക്കണേ. അതേപോലെ തന്നെ താപനില ടെമ്പറേച്ചർ കെൽവിൻ ആണ്, K. ഈ എയും കെയും എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആണ് വന്നേക്കണേ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതെന്താണ്? ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാരുടെ പേരാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന എയും കെയും മാത്രം എന്ത് വന്നത്? ക്യാപിറ്റൽ ലെറ്ററും ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ എങ്ങാനും വൈദ്യുത പ്രവാഹത്തിന്റെ അകത്ത് ആംബിയർ ആണ് അതിന്റെ പ്രതീകം ചോദിച്ചു കഴിയുമ്പോൾ എന്താണ് നിലവിൽ ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത്? സ്മോൾ ലെറ്റർ A ആണെങ്കിൽ അതിന്റെ കൂടെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ എയും ഉണ്ടെങ്കിൽ ഏതാണ് നമ്മുടെ റൈറ്റ് ആൻസർ? A എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്ററിൽ A ആണ് എന്തെന്ന് പറയുന്നത്? വൈദ്യുത പ്രവാഹമായിട്ടുള്ള ആംബിയറിന്റെ പ്രതീകം എന്നുള്ളത് മറന്നു പോകരുത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ് ചോദ്യമാണ്. തെറ്റിച്ചു കഴിഞ്ഞാൽ മക്കളെ നമ്മൾ ആ എക്സാം എഴുതിയിട്ട് പോലും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഓർത്തു വെക്കുക, വൈദ്യുത പ്രവാഹം ഇലക്ട്രിക് കറന്റ് ആംബിയർ ഏത് ലെറ്റർ ആണ് അതിന്റെ പ്രതീകം എന്ന് പറയുന്നത്? ക്യാപിറ്റൽ ലെറ്റർ A ആണെന്നുള്ളത് ഓർത്തു വെക്കുക. താപനില എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. കെൽവിൻ എന്ന് പറയുന്നത് K ആണ്. ക്യാപിറ്റൽ ലെറ്റർ K ആണ് എന്നുള്ളതും ഓർത്തു വെക്കുക. ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് നോക്കാം. അളവുകളും അതേപോലെ തന്നെ അതിന്റെ യൂണിറ്റുകളുമാണ്. ഭാരം എന്ന് പറയുന്നത് വെയിറ്റ്, ന്യൂട്ടൺ N ആണ്. പിണ്ഡം മാസ് കിലോഗ്രാം kg ആണ്. സാന്ദ്രത ഡെൻസിറ്റി കിലോഗ്രാം ആണ്, മീറ്റർ ക്യൂബുമാണ്. അതേപോലെ തന്നെ ആക്കം മൊമെന്റം ആണ്, കിലോഗ്രാം മീറ്റർ സെക്കൻഡ്. അതേപോലെ തന്നെ വ്യാപക മർദ്ദമാണ് ന്യൂട്ടൺ.
ഊർജം പ്രവൃത്തി ജൂളാണ്, താപോർജം ജൂള്, പവർ വാട്ടാണ്, അന്തരീക്ഷമർദ്ദം മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. കാന്തിക ഫ്ലക്സ് ആണെങ്കിൽ വെബർ ആണ്, അത് പ്രതീകം WB എന്നുള്ളതാണ്. കാന്തിക ഫ്ലക്സ് വെബർ WB ആണ്. ലെൻസിന്റെ പവർ ആണെങ്കിൽ ഡയോപ്റ്റർ D ആണ്. റേഡിയോ ആക്ടിവിറ്റി ക്യൂറി ആൻഡ് ബേക്കറൽ ആണ്, റൂദർഫോർഡ്. കാന്തിക ഫ്ലക്സിന്റെ സാന്ദ്രതയാണെങ്കിൽ ടെസ്ല, ഇലൂമിനൻസ് ലെക്സ് ആണ്. വൈദ്യുത ചാർജ് കുളോംബ് ആണ്. അതേപോലെ തന്നെ വൈദ്യുത പ്രതിരോധമാണെങ്കിൽ ഓം ആണ്, ഓം. ഈ പ്രതീകമൊക്കെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വെക്കണോട്ടോ, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓമീറ്റർ ആണ്. ലൂമിനസ് ഫ്ലക്സ് എന്ന് പറയുന്നത് ലൂമൻ ആണ്. തിളക്കം എന്ന് പറയുന്നത് കാൻഡില പെർ മീറ്റർ സ്ക്വയർ ആണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. 1, 2, 3 തവണ മക്കളെ വായിച്ചൊന്ന് സെറ്റാക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അടുത്ത എക്സാമിൽ ഉപകാരപ്പെടുന്നതായിരിക്കും. ഇനി നമുക്ക് നിലവിൽ PSC എക്സാമുകളിൽ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിലെ ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ബേസ് വരാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മളിങ്ങനെ ഓരോ ടോപ്പിക്കുകളും ക്ലാരിറ്റിയോടുകൂടി അതിൻ്റെ കൺസെപ്റ്റ് എന്നാന്നുള്ളത് മനസ്സിലാക്കിയാണ് പഠിച്ചു പോകുന്നത്. ഇപ്പോഴും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് ഏതാണ്? അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് ഏതാണ്? ആംബിയർ, മോള്, കാൻഡില, കെൽവിൻ. നമുക്കറിയാം കാൻഡില എന്നുള്ളത്. അടുത്തത് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് അതായത് ജൂള്, വാട്ട്, ന്യൂട്ടൺ, ആംബിയർ. പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ജൂള്. പ്രവൃത്തി ജൂള്. അപ്പൊ നമ്മൾ പ്രവൃത്തിയൊക്കെ എന്താണ്? ജോളിയായിട്ട് ചെയ്യുന്നു എന്ന് ഓർത്താൽ മതി. ഏതൊരു പ്രവൃത്തി എന്നാലും നമ്മൾ എന്ത് ചെയ്യും? ജോളിയായിട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മളെന്ന് ഓർത്ത് കഴിഞ്ഞാൽ അതങ്ങ് കിട്ടുന്നതായിരിക്കും. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂളാണ്. അപ്പൊ ജോളി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏതൊരു പ്രവൃത്തി തന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്തു തീർക്കുന്നത്. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്തത് ഊർജത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഊർജത്തിന്റെ യൂണിറ്റും ഊർജം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ജോളി ആയിട്ടിരിക്കണം. അപ്പൊ ജൂളാണ്. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ഏതാന്ന് ചോദിച്ചാൽ അത് കെൽവിൻ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2021-25 ഒരെണ്ണം പോലും വിട്ടുകളയാനില്ല. ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോ. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കെൽവിൻ. താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? മില്ലിമീറ്റർ, ഫെർമി, ആങ്സ്ട്രം, മീറ്റർ. ഏതാണ്? ഫെർമി ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചാൽ മില്ലിമീറ്റർ, ഫെർമി, ആങ്സ്ട്രം, മീറ്റർ. ഫെർമി ആണ്. ഓക്കെ. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? മീറ്റർ എന്ന് പറയുന്നത്. ഒരു അളവുകോൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളം ഏതാണ് PSC ചോദിച്ചേണ്ടത്? അത് ലീസ്റ്റ് കൗണ്ട്. എന്താണ്? ലീസ്റ്റ് കൗണ്ട് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാന്ന് ചോദിച്ചാൽ മീറ്ററും, ഒരു അളവുകോൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളമാണ് മക്കളെ എന്താണ്? ലീസ്റ്റ് കൗണ്ട്. എന്താണ്? ലീസ്റ്റ് കൗണ്ട്. നീളത്തിന്റെ ചെറിയ യൂണിറ്റുകളാണ് സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ, ആങ്സ്ട്രം, പൈക്കോമീറ്റർ, ഫെർമി. ഫെർമി എന്നറിയപ്പെടുന്നത് ഫെർമോമീറ്റർ, ഫെംറ്റോമീറ്റർ എന്നാണ് ഫെർമി അറിയപ്പെടുന്നത്. ഫെംറ്റോമീറ്റർ. ഓക്കെ. അപ്പോൾ നീളത്തിന്റെ ചെറിയ യൂണിറ്റുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ, ആങ്സ്ട്രം, പൈക്കോമീറ്റർ, ഫെർമി. ഫെർമി അറിയപ്പെടുന്നതാണ് എന്ത്? ഫെംറ്റോമീറ്റർ എന്നാണ് ഫെർമി അറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? പാർസെക്ക്, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം, ഫെർമി. ഏതാണ്? പാർസെക്ക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. താഴെ പറയുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് പാർസെക്കാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? പാർസെക്ക്, പ്രകാശവർഷം, ചന്ദ്രശേഖർ പരിധി, അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഏതാണ്? നമുക്കറിയാം ചന്ദ്രശേഖർ പരിധിയാണ്. എന്തിന്റെ യൂണിറ്റ് ആണ്? പ്രകാശവർഷം. ദൂരം, സമയം, പ്രകാശ തീവ്രത, ശബ്ദം. എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം എന്ന് പറയുന്നത്? ദൂരത്തിന്റെയാണ്. ഇനി രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പ്രദേശങ്ങൾക്കിടയിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന
യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് കിലോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ രണ്ട് പ്രദേശങ്ങൾക്ക് ഇടയിലൂടെ ഉള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് കിലോമീറ്റർ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഭൂമിയിൽ നിന്ന് മറ്റു ഗ്രഹങ്ങളിലേക്ക് അല്ലെങ്കിൽ നക്ഷത്രങ്ങളിലേക്കോ ഉള്ള ദൂരം നിർണ്ണയിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണ് ലംബ രീതി. ഓക്കെ അപ്പോൾ ഭൂമിയിൽ നിന്ന് മറ്റു ഗ്രഹങ്ങളിലേക്കോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളിലേക്കോ ഉള്ള ദൂരം നിർണ്ണയിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗം എന്ന് പറയുന്നത് ലംബ രീതിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഭൂമിയിൽ നിന്ന് മറ്റു ഗ്രഹങ്ങളിലേക്കോ നക്ഷത്രങ്ങളിലേക്കോ ഉള്ള ദൂരം നിർണ്ണയിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗം ലംബരീതി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കും ഉള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. പ്രകാശവർഷം അല്ലെങ്കിൽ പാരാലാറ്റിക് സെക്കൻഡ്, പാർസെക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഗ്രഹങ്ങളിലേക്കും അതേപോലെ തന്നെ നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം, പാരാലാറ്റിക് സെക്കൻഡ്, പാർസെക്ക്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. 1 AU ആണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം, ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് 1 AU. 1 AU 15 കോടി കിലോമീറ്റർ ആണ്. 1 AU എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്റർ ആണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് മക്കളെ പ്രകാശവർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഒരു പാർസെക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.26 പ്രകാശവർഷമാണ് ഒരു പാർസെക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഒരു പാർസെക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചാൽ 3.26 പ്രകാശവർഷമാണ്. സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെക്കൻഡ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്കൻഡ് ആണ്. സമയത്തിന്റെ ചെറിയ യൂണിറ്റുകളാണ് മില്ലി സെക്കൻഡും മൈക്രോ സെക്കൻഡും നാനോ സെക്കൻഡ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ സമയത്തിന്റെ ചെറിയ യൂണിറ്റുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, നാനോ സെക്കൻഡ്. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു സോളാർ ദിനം അഥവാ ഒരു ദിവസം, 24 മണിക്കൂർ. ഓക്കെ അപ്പോൾ ഒരു സോളാർ ദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം, അപ്പോൾ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസിങ് ആവും. കാരണം ഒരു സോളാർ ദിനം എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു സോളാർ ദിനം അഥവാ ഒരു ദിവസം എന്ന് പറയുന്നത്. ഒരു സോളാർ ദിനം എന്നത് 86,400 സെക്കൻഡ് അല്ലെങ്കിൽ 24 മണിക്കൂറാണ്. വേണമെങ്കിൽ ചോദിക്കാം ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എത്രയാണ്? 86,400 സെക്കൻഡ് അല്ലെങ്കിൽ 24 മണിക്കൂറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു സോളാർ ദിനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയത്തെയാണ് സോളാർ ദിനം എന്ന് പറയുന്നത്. സോളാർ ദിനം എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 86,400 സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ 24 മണിക്കൂറാന്നുള്ളത് ഓർത്തു വയ്ക്കുക. പണ്ട് കാലത്ത് മനുഷ്യൻ നിഴൽ നോക്കിയാണ് സമയം നിർണയിച്ചിരുന്നത്. അന്ന് അവരെ ഉപയോഗിച്ചിരുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിഴൽ ഘടികാരമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ പണ്ടുകാലത്ത് മനുഷ്യൻ നിഴൽ നോക്കി സമയനിർണയം നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപകരണമായിരുന്നു നിഴൽ ഘടികാരം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തിന്റെ അടിസ്ഥാനം ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ സ്ഥാപിച്ചിട്ടുള്ള ആറ്റോമിക് സീസിയം ക്ലോക്കുകളാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ സ്ഥാപിച്ചിട്ടുള്ള ആറ്റോമിക് സീസിയം ക്ലോക്കുകളാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പിണ്ഡത്തിന്റെ ഏറ്റവും വലിയ പ്രായോഗിക യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രശേഖർ പരിധിയാണ്. അപ്പോൾ പിണ്ഡത്തിന്റെ ഏറ്റവും വലിയ പ്രായോഗിക യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ചന്ദ്രശേഖർ പരിധി എന്നുള്ളത്. പിണ്ഡത്തിന്റെ ഏറ്റവും വലിയ പ്രായോഗിക യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ചന്ദ്രശേഖർ പരിധി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞത്. അതായത് രണ്ട് പ്രദേശങ്ങൾക്കിടയിലെ ദൂരമളക്കാൻ
ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് കിലോമീറ്റർ. ഭൂമിയിൽ നിന്ന് മറ്റു ഗ്രഹങ്ങളിലേക്കോ നക്ഷത്രങ്ങളിലേക്കോ ഉള്ള ദൂരം അളക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണ് ലംബരീതി. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. പ്രകാശവർഷം പാരാലാറ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ പാർസെക്ക്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് 1 AU. ഒരു AU എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്റർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഒരു പാർസെക്ക് എത്ര പ്രകാശവർഷമാ മക്കളെ? 3.26 പ്രകാശവർഷമാണ് ഒരു പാർസെക്ക് എന്ന് പറയുന്നത്. 3.26 പ്രകാശവർഷമാണ്. സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെക്കൻഡ് ആണ്. സമയത്തിന്റെ ചെറിയ യൂണിറ്റുകളാണ് മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, നാനോ സെക്കൻഡ്. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു സോളാർ ദിനം അഥവാ ഒരു ദിവസം എന്ന് പറയുന്നത്. ഒരു സോളാർ ദിനം എന്നത് എത്ര സെക്കൻഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 86,400 സെക്കൻഡും അല്ലെങ്കിൽ 24 മണിക്കൂറാണ്. പണ്ടുകാലത്ത് മനുഷ്യൻ നിഴൽ നോക്കി സമയം നടത്തുന്നതിന് ഉപയോഗിച്ച ഉപകരണമാണ് നിഴൽ ഘടികാരം എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തിന്റെ അടിസ്ഥാനം ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറിയിൽ സ്ഥാപിച്ചിട്ടുള്ള ആറ്റോമിക് സീസിയം ക്ലോക്കുകളാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. പിണ്ഡത്തിന്റെ ഏറ്റവും വലിയ പ്രായോഗിക യൂണിറ്റാണ് ചന്ദ്രശേഖർ പരിധി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഒരു സദിശ അളവിന് ഉദാഹരണമാണ് ദൂരം, സമയം, ഊഷ്മാവ്, ത്വരണമാണ്. പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകളെയാണ് സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വെക്ടർ ക്വാണ്ടിറ്റി, അതർവൈസ് നോൺ ആസ് എന്താണ്? സദിശ അളവുകൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളുകളാണ് പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം, ആക്കം. ഇത് വേണമെങ്കിൽ നമുക്ക് എന്താണ് കോഡാക്കി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് കോഡ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഈ ത്വരണവും അതായത് എന്താണ് സദിശ അളവുകളും അദിശ അളവുകളും ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന സിമ്പിൾ കോഡ് ഉണ്ട്. വേണമെങ്കിൽ ഒന്ന് പറഞ്ഞോ, സെറ്റ് ചെയ്യാം. അപ്പോൾ ഏതാണ് ഈ പറയുന്ന സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എന്താണ്? പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം, ആക്കമാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ഏതൊക്കെയാണ് പരിണാമത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന അദിശ അളവുകൾ എന്ന് പറയുന്നത്. അതായത് സ്കാലർ ക്വാണ്ടിറ്റി എന്നാണ് ഈ പറയുന്ന അദിശ അളവുകളെ പറയുന്നത്. അതായത് പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്തത്. അതായത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം, അതേപോലെ തന്നെ പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവൃത്തി, അതേപോലെ തന്നെ വ്യാപ്തം, സാന്ദ്രത, മർദ്ദം, താപനില. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന അദിശ അളവുകളായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ സദിശ അളവുകളും അദിശ അളവുകളും. സദിശ അളവുകൾ എന്ന് പറയുന്ന വെക്ടർ ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന അദിശ അളവുകളെ സ്കാലർ ക്വാണ്ടിറ്റി എന്നും പറയുന്നു. പരിണാമത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന, പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറഞ്ഞാൽ അതിനെ സദിശ അളവുകളെന്നും പരിമാണത്തോടൊപ്പം ദിശ ചേർക്കാത്ത അളവുകളെ സ്കാലർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അദിശ അളവുകൾ എന്നാണ് പറയുന്നത്. ചലനം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിലുണ്ടാക്കുന്ന സ്ഥാനമാറ്റമാണ് എന്തെന്ന് പറയുന്നത്? ചലനം എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ എന്താണ്? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിലുണ്ടാക്കുന്ന സ്ഥാനമാറ്റം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചലനം എന്ന് പറയുന്നത്. ചലനവുമായി ബന്ധപ്പെട്ട ബലമാണ് യാന്ത്രിക ബലം എന്ന് പറയുന്നത്. ചലനം സംഭവിക്കുന്നത് ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ്. ഇപ്പൊ തന്നെ നമ്മുടെ കയ്യിലൊരു സംഭവമുണ്ട്. അതിനെ നമ്മൾ എന്താണ് ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് കഴിയുമ്പോൾ അതെന്ത് അവിടെ വരുന്ന എനർജി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് എനർജിയാണ് അവിടെ ഉണ്ടാകുന്നത്? അതായത് അവിടെ ഒരു കൈനറ്റിക് എനർജിയാണ് അവിടെ ഉണ്ടാകുന്നത്. അതായത് നിലവിൽ എന്താണ്? യാന്ത്രിക ബലമാണ് അവിടെ ഉണ്ടാകുന്നത്. ചലനവുമായി ബന്ധപ്പെട്ട ബലമാണ് എന്തെന്ന് പറയുന്നത്? യാന്ത്രിക ബലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിലവിൽ നമ്മൾ എന്താണ് ഈ പറയുന്ന ഒരു വസ്തുവിനെ ഇങ്ങനെ തള്ളിക്കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന യാന്ത്രിക ബലം. അതേപോലെ തന്നെ എന്താണ് ചലനം സംഭവിക്കുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മളെപ്പോ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കാണ് നിലവിൽ ബലം പ്രയോഗിക്കുന്നെങ്കിൽ ആ ബലം പ്രയോഗിക്കുന്ന ദിശയിലേക്കായിരിക്കും എന്ത് വരുന്നത്? ആ ഒരു വസ്തുവിന്റെ ചലനം അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ചലനവുമായി ബന്ധപ്പെട്ട ബലം ചോദിച്ചു കഴിഞ്ഞാൽ അത് യാന്ത്രിക ബലമാണ്. യാന്ത്രിക ബലം. ഓക്കെ, യാന്ത്രിക ബലമാണ്. അതേപോലെ തന്നെ ചലനം സംഭവിക്കുന്നത് ബലം നമ്മൾ എങ്ങോട്ടേക്കാണോ പ്രയോഗിക്കുന്നത്, അപ്പോൾ ആ ബലം പ്രയോഗിക്കുന്ന ദിശയിലേക്കാണ് എന്ത് ചെയ്യുന്നത്?
ചലനം സംഭവിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം ചലനം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു വസ്തുവിൻ്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചലനം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഓക്കെ, ഇനി നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ചലനത്തെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഡൈനാമിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചലനത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡൈനാമിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു വസ്തു ചലനാവസ്ഥയിലാണോ അല്ലയോ എന്നറിയാൻ അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തു ചലനാവസ്ഥയിലാണോ അല്ലയോ എന്നറിയാൻ അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു. അപ്പോൾ ഒരു വസ്തു ചലനാവസ്ഥയിലാണോ അല്ലയോ എന്നറിയാൻ അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു. ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനമാറ്റത്തിന് മാറ്റമുണ്ടാകാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ എന്ന് പറയുന്നത്. നേർരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനമാണ് നേർരേഖാ ചലനം എന്ന് പറയുന്നത്. അപ്പോൾ നേർരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനത്തെയാണ് നേർരേഖാ ചലനം എന്ന് പറയുന്നത്. വക്രരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനത്തെ വക്രരേഖാ ചലനം എന്ന് പറയുന്നു. ദൂരേക്ക് എറിയുന്ന ഒരു കല്ലിന്റെ പതനം എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ വക്രരേഖ ചലനമാണ്. അപ്പോൾ ദൂരേക്ക് എറിയുന്ന ഒരു കല്ലിന്റെ പതനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വക്രരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. സന്തുലിത ബലം വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്താത്ത ബലമാണ് സന്തുലിത ബലം എന്ന് പറയുന്നത്. അപ്പോൾ സന്തുലിത ബലം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വസ്തുവിന്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു മാറ്റവും വരുത്താത്ത ബലമാണ് സന്തുലിത ബലം എന്ന് പറയുന്നത്. സന്തുലിത ബലം ചലനം ഉളവാക്കാൻ സാധിക്കുന്ന ബലം സന്തുലിത ബലം, ബാഹ്യബലം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിനെയാണ് നമ്മൾ ഓപ്ഷൻ നോക്കിയേ, അതായത് സ്ഥാനാന്തരം, ചലനം, സ്ഥിതികോർജം, കൊഹിഷൻ. ഏതാണ്? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാവുന്ന സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചലനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? നിലവിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ചുറ്റുപാടുകളെ അപേക്ഷിച്ച് അതിനെയാണ്, അതായത് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം എന്ന് പറയുന്നത്. അടുത്തത് വർത്തുള ചലനം. വൃത്തപാതയിൽ കൂടിയുള്ള ചലനത്തെയാണ് നമ്മൾ വർത്തുള ചലനം എന്ന് പറയുന്നത്. വൃത്തപാതയിൽ കൂടിയുള്ള ചലനമാണ് എന്തെന്ന് പറയുന്നത്? വർത്തുള ചലനം എന്ന് പറയുന്നത്. വർത്തുള ചലനത്തിന് ഉദാഹരണങ്ങളാണ് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം എന്ന് പറയുന്നത്. അപ്പോൾ വർത്തുള ചലനമാണ്, നമുക്കറിയാം. ഇങ്ങനെ മൺപാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആ ഒരു സംഭവം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഫുൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് നിന്നാണ് ഈ പറയുന്ന മൺപാത്രം ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? ആ ഷേപ്പായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള ഒരു ചലനമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്? വർത്തുള ചലനത്തിന് ഉദാഹരണമാണ് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മക്കളെ ജയന്റ് വീൽ കറങ്ങുന്നത്, അതും എന്തിനു ഉദാഹരണ? വർത്തുള ചലനത്തിന് ഉദാഹരണമാണ് ജയന്റ് വീൽ കറങ്ങുന്നത്. അതേപോലെ തന്നെ നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ ആ പെൻസിലിനുണ്ടാകുന്ന ചലനം എന്ന് പറയുന്നതും എന്താണ്? വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിനുണ്ടാകുന്ന ചലനം ഏതാണെന്ന് ചോദിച്ചാൽ അത് വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിനുണ്ടാകുന്ന ചലനം എന്ന് പറയുന്നത് വർത്തുള ചലനം. അതേപോലെ തന്നെ കയറിൽ കെട്ടിയിട്ട കല്ല് വട്ടത്തിൽ കറക്കുമ്പോൾ കല്ലിന്റെ ചലനം എന്ന് പറയുന്നതും വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. നമ്മൾ കയറിൽ കെട്ടിയിട്ട് നമ്മളിങ്ങനെ എന്താണ് കയറിങ്ങനെ കറക്കും. അപ്പോൾ എന്താണ്? ഈ കയറിൽ കിറങ്ങി എന്ത് ചെയ്യുന്നു? കല്ല് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ചലനം എന്ന് പറയുന്നത് വർത്തുള ചലനത്തിനുള്ള ഉദാഹരണങ്ങളാണ്. അതേപോലെ തന്നെ ചക്കിന് ചുറ്റും കാളയുടെ ചലനം, അതായത് ഒരു കേന്ദ്രത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ചക്ക് വച്ചിരിക്കുകയാണ്. അതിനു ചുറ്റും എന്ത് ചെയ്യാണ്? ഈ പറയുന്ന കോമ്പസും പെൻസിലും പോലെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഈ പറയുന്ന കാള കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചലനത്തെ നമുക്ക് എന്തെന്ന് പറയാം? വർത്തുള ചലനത്തിന് ഉദാഹരണമായിട്ട് പറയാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒന്ന് നോക്കി ഏതൊക്കെയാണ് വർത്തുള ചലനത്തിന് ഉദാഹരണങ്ങൾ എന്നുള്ളത്. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം, മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം, ജയന്റ് വീല് കറങ്ങുന്നത്, കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം, കയറിൽ കെട്ടിയിട്ട് കല്ല് വട്ടത്തിൽ കറക്കുമ്പോൾ കല്ലിന്റെ ചലനം, ചക്കിന് ചുറ്റും കാളയുടെ ചലനം. ഇതൊക്കെ എന്തിനു ഉദാഹരണമാ? വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം സമവർത്തുള ചലനം എന്നാണ് പറയുന്നത്. അപ്പോൾ
വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് സമവർത്തുള ചലനമെന്ന് പറയുന്നത്. സമവർത്തുള ചലനത്തിന് ഉദാഹരണങ്ങളാണ് പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനം എന്ന് പറയുന്നത് സമവർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. എന്താണ് മക്കളെ? വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് സമവർത്തുള ചലനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന സെക്കൻഡ് സൂചി? എന്താണ്? കറക്റ്റായിട്ട് കറങ്ങി വീണ്ടും അവിടെ തന്നെ എത്തുന്നു, വീണ്ടും കറങ്ങി പോകുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? ഇത് സമവർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ പറയുന്നതാണ് സമവർത്തുള ചലനമെന്ന്. ഇനി PYQ നമുക്ക് അതിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത് ഇതാണ്: പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന് ഉണ്ടാകുന്ന ചലനം ഏത് ചലനത്തിന് ഉദാഹരണമാണ് എന്നുള്ളത്. ഏതാണ്? ഏത് ചലനത്തിന് ഉദാഹരണമാണ്? പെൻസിൽ കോമ്പസ് ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ ഏതാണ്? വർത്തുള ചലനമാണ് അവിടെ ഉണ്ടാകുന്നത്, വർത്തുള ചലനം. ഓക്കെ, അപ്പോൾ പെൻസില് കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ ഏതാണ്? വർത്തുള ചലനമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്ക്, യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയൊരു ടോപ്പിക്ക് നമ്മൾ ചലനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്സ് ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ വരുന്നത്. മക്കളെ, ഈ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് കാണാനായിട്ട് പറ്റും. ഫിസിക്സ് എന്ന് പറയുന്നത് പഠിക്കാനായിട്ട് വളരെയധികം എളുപ്പമാണ്. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കി ഓരോ ടോപ്പിക്കും എങ്ങനെയാണോ പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചു പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളും ഇങ്ങനെ തന്നെ പോയാൽ മതി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിനെ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പഠിക്കാനായിട്ട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്ക് കയ്യിൽ കാശില്ല എന്നതുകൊണ്ട് മാത്രം പഠനം പാതി വഴിമുട്ടി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൺ ക്ലിപ്പ് PSC എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ടെലഗ്രാം ചാനലും അവർക്കൊരു വഴികാട്ടിയായിരിക്കും എന്ന കാര്യം 100% ഗ്യാരണ്ടിയാണ്. കാരണം അത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിളിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ക്ലാസ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ ക്ലാസ്സിനും വ്യക്തമായിട്ടുള്ള ഒരു PDF നോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോ ടോപ്പിക്കിൻ്റെയും കണ്ടിന്യൂഷൻ ആണ് അടുത്തടുത്ത ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. എന്താണോ സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ PSC എക്സാമിൻ്റെ ഏതൊരു എക്സാം, ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ ആണെങ്കിൽ എക്സാമിൻ്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സിലബസിൽ എന്തൊക്കെയാണോ പറയുന്നത് അത് അങ്ങനെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഓർഡറിൽ തന്നെയാണ് പഠിച്ചു പോകുന്നത്. എല്ലാ ക്ലാസ്സുകളുടെ നോട്ടുകളും നിങ്ങൾ എടുത്തൊന്ന് പ്രിന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ആ നോട്ടെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെറ്റ് റാങ്ക് ഫയൽ തന്നെ ഇതിൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും. കാരണം അത്രയധികം SCERT, NCERT, റഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ, അതേപോലെ തന്നെ നമ്മുടെ പ്രമുഖ പബ്ലിക്കേഷനുകൾ, എല്ലാത്തിൽ നിന്നും കിട്ടുന്ന പോയിന്റ്സ്, അത് കൂടാതെ തന്നെ ഒത്തിരി ക്ലാസ്സുകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഇത്രയധികം കറക്റ്റ് ആയിട്ടുള്ള റിവിഷൻസ്, ഇത്രയധികം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഇനി നമ്മൾ ഏകദേശം 25ഓളം വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് അതിനപ്പുറത്തേക്ക് ഇനി ഒന്നും പഠിക്കാനില്ല. നിങ്ങൾ തന്നെയാണ് പെർഫെക്റ്റ്. അപ്പോൾ അതിന് മറ്റൊരു ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. പഠിക്കുന്ന കാര്യങ്ങളെല്ലാം വീണ്ടും 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 റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും 2025 നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിട്ടുള്ള സർക്കാർ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ആ കാര്യം 100% ഗ്യാരണ്ടിയാണ്. ഇതിനൊന്നും നിങ്ങൾക്ക് 10 പൈസ പോലും പേയ്മെന്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളാൽ കഴിയുന്ന ഏറ്റവും വലിയ സപ്പോർട്ടാണ് എന്ന് പറയുന്നത്, നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ടാണ്. മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കാണുന്ന വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അടുത്തൊരു എക്സാമിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.